നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രാകേഷ് കെആർ. ആദ്യം പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ പോലും കോൺഗ്രസ് തയ്യാറാകാത്തത് അവർ BJPയുടെ ബി ടീമായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചേലക്കരയിൽ LDF തെക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എയിംസ് ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ കേരളത്തെ തഴഞ്ഞ കേന്ദ്ര നടപടിയെ ചോദ്യം ചെയ്യാതെ സംസ്ഥാന സർക്കാരിനെതിരെ നിൽക്കുന്ന പ്രതിപക്ഷ നിലപാട് വികസനത്തെ തടസ്സപ്പെടുത്തുന്നതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജാഥയ്ക്ക് വടക്കാഞ്ചേരിയിലും ഉജ്ജ്വല സ്വീകരണം നൽകി. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിക്ക് സമീപം വീട്ടിൽ നിന്നും ചില്ലറ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 1 കിലോയിലധികം കഞ്ചാവ് പിടികൂടി. ചേലക്കര സ്വദേശിയായ മുഹമ്മദ് അസ്മിൻ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്നാണ് എക്സൈസ് നടത്തിയ പരിശോധനയിൽ കഞ്ചാവ് കണ്ടെടുത്തത്. വടക്കാഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളിലും ലഹരി വിൽപ്പന നടത്തുന്ന പ്രധാന കണ്ണിയാണ് മുഹമ്മദ് അസ്മിൻ എന്ന് എക്സൈസ് പറഞ്ഞു. മുള്ളൂർക്കര അസുരംകുണ്ട് ഡാമിലേക്കുള്ള ഇറിഗേഷൻ വകുപ്പിന്റെ റോഡിൽ അനധികൃതമായി ചങ്ങല കെട്ടി സഞ്ചാരികളെ തടയുന്ന വനം വകുപ്പിന്റെ പിടിവാശിക്കെതിരെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി രംഗത്ത്. കേന്ദ്ര അനുമതി വേണമെന്ന വിചിത്ര വാദമുയർത്തി പ്രദേശത്തെ ടൂറിസം സാധ്യതകൾ നശിപ്പിക്കുന്ന വനം വകുപ്പിന്റെ നടപടി ഉടൻ അവസാനിപ്പിക്കണമെന്ന് അസുരംകുണ്ടിൽ സന്ദർശനം നടത്തി മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NS വർഗീസ് ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ഡാം പരിസരം നേരിട്ട് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും തടസ്സങ്ങൾ നീക്കി ഡാം വിനോദസഞ്ചാരികൾക്കായി തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. മുള്ളൂർക്കര പഞ്ചായത്തിലെ ഇരുനിലംകോട് പ്രദേശത്ത് നൂറ്റാണ്ടുകളായി നാട്ടുകാർ ഉപയോഗിക്കുന്ന ഏക പൊതുവഴി സമീപത്തെ ക്ഷേത്ര ഭാരവാഹികൾ അടച്ചുപൂട്ടാൻ ശ്രമിക്കുന്നതിനെതിരെ 40ഓളം കുടുംബങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് NS വർഗീസിന്റെ നേതൃത്വത്തിൽ ചേർന്ന ജനകീയ യോഗം വഴി സംരക്ഷിക്കുന്നതിനായി 11 അംഗ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. വാർഡ് മെമ്പർ സയനയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ MH അബ്ദുൽ സലാം ഉൾപ്പെടെ ജനപ്രതിനിധികളും പങ്കെടുത്തു. വഴി തുറന്നു കിട്ടും വരെ നിയമ പോരാട്ടം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം.